ഹായ് എവ്രി വൺ, ഏവർക്കും ആൻജിസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ബീഫ് പെപ്പർ ഫ്രൈ അല്ലെങ്കിൽ ബീഫ് റോസ്റ്റ് ആണ് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. ഇതിനായി വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇത് പോത്തിറച്ചിയാണ്. ഏകദേശം 1.5 കിലോ ഇറച്ചിയുണ്ട്. ഇത് ചെറുതായി അരിഞ്ഞത്. മഞ്ഞൾപ്പൊടി ഏകദേശം 3/4 ടീസ്പൂൺ, കാശ്മീരി മുളക് പൊടി ഒരു 2.5 ടീസ്പൂൺ, ഗരം മസാല 1/2 ടീസ്പൂൺ, മല്ലിപ്പൊടി 3 ടീസ്പൂൺ, കുരുമുളക് പൊടി 3 ടീസ്പൂൺ, പെരുംജീരകപ്പൊടി 1.5 ടീസ്പൂൺ, ഏലക്കാപ്പൊടി ഏകദേശം 2 നുള്ള്, ഉപ്പ് ആവശ്യത്തിന്. ഇതെല്ലാം കൂടെ ചേർത്ത് നമുക്ക് ഇറച്ചി ആദ്യം ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം. അപ്പോൾ ഈ പൊടികളെല്ലാം തന്നെ ഇതിലേക്ക് ചേർക്കാം. നമുക്ക് കുരുമുളക് പൊടിയും മുളക് പൊടിയുടെയും എരിവിനനുസരിച്ച് അത് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ കുരുമുളക് പൊടി നമ്മൾ ഇനി കുക്ക് ചെയ്യുമ്പോൾ വീണ്ടും ചേർക്കും. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് എരിവ് ആദ്യമേ ഇറച്ചിയിൽ അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ പൊടികളെല്ലാം കൂടെ ചേർത്ത് നന്നായി ഇറച്ചി ഒന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്ക് അതിനെ ഫ്രിഡ്ജിൽ താഴത്തെ ഭാഗത്തായിട്ട്, അതായത് ഫ്രീസറിലല്ല താഴത്തെ ഭാഗത്തായിട്ട് ഏകദേശം 1/2 തൊട്ട് ഒരു മണിക്കൂർ വരെ നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിരിക്കാം. അപ്പോൾ ഈ സമയത്ത് ഇത് നന്നായിട്ട് ടെൻഡറായിട്ട് വരും. അപ്പോൾ ഇതിൽ നമുക്ക് ഫാറ്റ് ഇല്ലാത്ത ഇറച്ചി ആയതുകൊണ്ട് തന്നെ ഇത് ടെൻഡർ ആവണമെങ്കിൽ നമ്മൾ ആദ്യം ഒന്ന് മാരിനേറ്റ് ചെയ്ത് വയ്ക്കുന്നത് വളരെ നല്ലതായിരിക്കും. ഇനി മറ്റ് ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇത് വീട്ടിൽ പൊടിച്ച കുരുമുളക് പൊടിയാണ്. ഏകദേശം 2 തൊട്ട് 3 ടീസ്പൂൺ വരെ വേണം. പച്ചമുളക് 2 എണ്ണം നടുവ് കീറിയത്, ഗരം മസാല അതായത് ഗ്രാമ്പു, താക്കോലം, ജാതിക്ക, പട്ട ഇവയെല്ലാം ഡ്രൈ റോസ്റ്റ് ചെയ്ത് പൊടിച്ചതാണ്. ഏകദേശം 1/2 ടീസ്പൂൺ വേണം. പിന്നെ തേങ്ങാക്കൊത്ത്, തേങ്ങ ചെറുതായി അരിഞ്ഞത് ഏകദേശം 2 തൊട്ട് 3 ടേബിൾ സ്പൂൺ വരെ ചേർക്കാം. ഉള്ളി ഒരു 3 മീഡിയം സൈസ് ഉള്ളി നീളത്തിൽ അരിഞ്ഞ് ഇതേപോലെ സ്ലൈസ് ചെയ്തത്. ഇഞ്ചി ഞാൻ ഏകദേശം ഒരു 50 ഗ്രാം ഇഞ്ചി എടുത്തിട്ടുണ്ട്, കുറച്ചധികം നല്ലതാണ്. വെള്ളുള്ളി 16 തൊട്ട് 20 അല്ലി വരെ. ഇത് രണ്ടും, അതായത് ഇഞ്ചിയും വെളുത്തുള്ളിയും കൊണ്ട് നമുക്ക് മിക്സിയിലിട്ടൊന്ന് പേസ്റ്റ് ആക്കി എടുക്കാം. ഇനി ഇത് ഞാൻ ഗാർണിഷിങ്ങിനായിട്ട് എടുത്തു വെച്ചതാണ്. പച്ചമുളക് ഇങ്ങനെ നടുവ് കീറിയത് 3 എണ്ണം, കറിവേപ്പില ഏകദേശം ഒരു 3 തൊട്ട് 4 കമ്പ് വരെ, മല്ലിച്ചപ്പ് 2 ടേബിൾ സ്പൂൺ, അത് ഓപ്ഷണലാണ്, ഉപ്പ് ആവശ്യത്തിന്. ഞാനിനി വെളിച്ചെണ്ണയാണ് കുക്കിങ്ങിന് യൂസ് ചെയ്യുന്നത്, അതൊരു 5.5 ടീസ്പൂൺ ഉണ്ട്. ആദ്യം നമുക്ക് ഇറച്ചി ഒന്ന് വേവിച്ചെടുക്കാം. അപ്പം മാരിനേറ്റ് ചെയ്ത് വെച്ച ഇറച്ചി കുക്കറിലേക്ക് നമുക്ക് നിരത്തിയിട്ട് പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും പേസ്റ്റ് അത് ഏകദേശം ഒരു 3 ഹീപ്പ് ഫുള്ളായിട്ടുള്ള ടേബിൾ സ്പൂണിനുണ്ട്, അത് ഇതിലോട്ട് ചേർക്കാം. എന്നിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ ഇത് കുക്ക് ചെയ്യുന്ന സ്റ്റേജിൽ ഞാൻ ഒട്ടും തന്നെ വെള്ളം ചേർക്കത്തില്ല. വെള്ളം ഇല്ലാതെ ആണ് കുക്കറിൽ കുക്ക് ചെയ്യുക. അപ്പോൾ ഇതെല്ലാം നന്നായി മിക്സ് ചെയ്ത ശേഷം നമ്മൾ അടച്ചു വെച്ചിട്ട് ചെറിയ തീയിൽ ആദ്യം ഒരു 10 മിനിറ്റ് വേവിച്ച ശേഷം പിന്നെ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഒരു സ്റ്റീം വന്നതിന് ശേഷം ഒരു 15 മിനിറ്റ് ഇളം തീയിൽ വേവിക്കാം. അല്ലെങ്കിൽ 5 സ്റ്റീം വരുന്നവരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ സ്റ്റീമെല്ലാം കളഞ്ഞ ശേഷം നമ്മൾ തുറക്കുമ്പോൾ അതിൽ ഇറച്ചിയിൽ നിന്ന് ഇറങ്ങിയ വെള്ളം, അപ്പോൾ ഏകദേശം നിങ്ങൾക്ക് കാണാം, ഇപ്പോൾ ഇത്രയും തന്നെ വെള്ളം നമുക്ക് ഇതിൽ വരും. അപ്പോൾ ഇത് ഇറച്ചിയിൽ നിന്ന് ഇറങ്ങി വന്നതാണ്, ഞാനിതിൽ വെള്ളം ഒട്ടും ചേർത്തിട്ടില്ല. ഇനി നമ്മൾ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഇതിനെ നമുക്ക് ഈ വെള്ളം വറ്റിച്ചെടുക്കാം. അല്ല എങ്കിൽ ഇത് ഊറ്റിയെടുക്കുകയും ചെയ്യാം. പക്ഷേ ഇവിടെ ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയെല്ലാം ഇതിൽ തന്നെ ചേർത്തിരിക്കുന്നതുകൊണ്ടാണ് ഞാൻ ഇതിനെ വറ്റിച്ച് ഇതേപോലെ ഡ്രൈ ആക്കി ഒട്ടും തന്നെ വെള്ളമില്ലാതെ ഈർപ്പമില്ലാതെ എടുത്തു. ഇനി നമുക്ക് മസാല ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ ഇതിനായിട്ട് മൂട് കട്ടിയുള്ളൊരു പാൻ എടുത്ത് വെച്ചിട്ട് അതിലേക്ക് ഞാനൊരു 4-4.5 ടീസ്പൂൺ വെളിച്ചെണ്ണയാണ് ചേർത്തിരിക്കുന്നത്. അത് എണ്ണ നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച്. എന്നിട്ട് ഈ എണ്ണ നന്നായി ചൂടായ ശേഷം അതിലേക്ക് ആദ്യം ഞാൻ വറുത്ത് കോരുകയാണ്. അപ്പോൾ തേങ്ങാക്കൊത്തിട്ടിട്ട് അതൊരു ലൈറ്റ് ബ്രൗൺ കളറായതിനു ശേഷം അതിനെ വറുത്ത് കോരും. ഇനി കീറി വെച്ചിരുന്ന 3 പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും കൂടെ നമുക്കൊന്ന് ഇളക്കി അതിനൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ ആ കറിവേപ്പില ഒന്ന് ക്രമ്പിളായി, അതായത് ഇങ്ങനെ പൊടിഞ്ഞു പോകുന്ന രീതിയിൽ കിട്ടുന്നത് വരെ നമുക്കൊന്ന് വറുത്തിട്ട് അതിനെയും നമുക്ക് ഈ തേങ്ങാക്കൊത്തിൻ്റെ കൂടെ ചേർത്ത് വയ്ക്കാം. അപ്പോൾ ഇത് രണ്ടുമാണ് നമ്മൾ ഇതിനെ ഗാർണിഷ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഈ ചൂടായി കിടക്കുന്ന എണ്ണയിലോട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി ചേർത്തിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പ്, അത് കുക്കിംഗ് ഒന്ന് വേഗമാകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് ഈ ഉള്ളി ഒന്ന് ഗ്ലാസി ആവുന്നത് വരെ, അതായത് ഒന്ന് ട്രാൻസ്പെറൻ്റ് ആവുന്നത് വരെ വേവിക്കാം.
അതും ഹൈ ഫ്ലെയിമിലാണ് ചെയ്യുന്നത്. എന്നിട്ട് ഇനി നമുക്ക് പച്ചമുളക് ചേർത്ത് കുറച്ച് കറിവേപ്പിലയും ചേർക്കാം ഇതിലേക്ക്. അപ്പം എന്നിട്ട് ആ പച്ചമുളകിൻ്റെ ആ ഒരു പച്ചപ്പ് മാറുന്നത് വരേക്കും, അതായത് ആ ഒരു ഫ്ലേവർ വരും പച്ചമുളകിൻ്റെ, ആ ഫ്ലേവർ വരുന്നവരേക്കും ഒന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് ഇതിലേക്കിനി ബാക്കി എടുത്തു വെച്ചിരുന്ന കുരുമുളക് പൊടി ഏകദേശം 2 തൊട്ട് 3 ടീസ്പൂൺ വരെ ചേർക്കാം. അത് എരിവിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ 1/2 ടീസ്പൂൺ ഗരം മസാലയും ചേർക്കാം. ചേർത്ത് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ഇറച്ചി, അതായത് കുക്കറിൽ വേവിച്ച് വറ്റിച്ച് വെച്ചിരിക്കുന്ന ഇറച്ചിയാണ്, അതിനെ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതിനെല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ ഇതിലൊട്ടും തന്നെ വെള്ളം ഇല്ല, എന്നാലും നമ്മൾ ഹൈ ഫ്ലെയിമിലിട്ടിട്ടാണ് ഇപ്പോൾ ഈ മിക്സ് ചെയ്യുന്നത്. എന്നിട്ട് ഇതിലേക്ക് ഒരു ടീസ്പൂൺ എണ്ണ, അത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ ചേർത്താൽ മതി. പക്ഷെ അത് ചേർത്തിട്ട് ഒന്ന് അടച്ചു വെച്ചൊന്ന് വേവിക്കുമ്പോഴത്തേക്ക് ഒരു ചെറിയൊരു ഫ്രൈ ചെയ്ത പോലെ ഒരു എഫക്റ്റ് വരും. അപ്പോൾ ഞാനിവിടെ ഒരു 5 മിനിറ്റ്സ് മീഡിയം തീയിൽ അടച്ചു വെച്ച് വേവിച്ചു. എന്നിട്ടിപ്പോൾ തുറന്നിട്ട് അതിനൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ നമ്മുടെ പെപ്പർ റോസ്റ്റ് ഏകദേശം റെഡി ആയിട്ടുണ്ട്, അതായത് നല്ല ഫ്രൈ ആയിട്ടുണ്ട്. ഇനി ഹൈ ഫ്ലെയിമിലിട്ടിട്ടാണ് നമ്മൾ ഇനി ബാക്കിയുള്ള മിക്സിങ് ചെയ്യുന്നത്. എന്നിട്ട് അതൊന്ന് നല്ല ഡ്രൈ ആയതിനു ശേഷം അതിലേക്ക് മല്ലിച്ചപ്പ്, അതേപോലെ ഗാർണിഷ് ചെയ്യാൻ എടുത്ത് വെച്ചിരുന്ന തേങ്ങാക്കൊത്ത്, പച്ചമുളക്, കറിവേപ്പില, ഇതെല്ലാം കൂടി ഇതിലോട്ട് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇങ്ങനെ മിക്സ് ചെയ്യുമ്പോൾ ആ മുളകിൻ്റെയൊക്കെ ഫ്ലേവർ നമ്മുടെ ബീഫിലോട്ട് നന്നായിട്ട് പിടിക്കും. ഇത് ഇപ്പോൾ ബീഫ് പെപ്പർ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ആദ്യം ഇത് ഞാനിപ്പോൾ വിളമ്പുന്ന പാത്രത്തിലേക്ക് മാറ്റി കുറച്ച് നാരങ്ങ കൂടെ പിഴിഞ്ഞ് ഇതിൻ്റെ കൂടെ ചേർത്തെടുത്തു കഴിഞ്ഞാൽ വളരെ ടേസ്റ്റിയായ ഒരു ഡിഷാണിത്. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക ഇത്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. പ്ലീസ് ഷെയർ ഇറ്റ് ആൻഡ് സബ്സ്ക്രൈബ്.